നമ്മൾ യു.കെയിൽ വന്നിട്ട് ഏറ്റവും കൂടുതൽ മിസ് ചെയ്തൊരു സാധനമാണ് ബ്രോസ്റ്റഡ് ചിക്കൻ. അത് നമുക്ക് വീട്ടിലെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് കുറച്ച് മുളക് പൊടി, ഉപ്പ്, നാരങ്ങനീര്, കുറച്ച് ഗാർലിക് പേസ്റ്റ് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മൾ ചിക്കൻ പീസ് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്തൊരു 2 ഹവേഴ്സെങ്കിലും റെസ്റ്റ് ചെയ്തിട്ട് എടുക്കുക. എന്നിട്ട് നമ്മളൊരു പാത്രത്തിൽ മൈദമാവ് എടുത്തിട്ട് ലേശം ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ സ്പൈസി ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കുറച്ച് മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. പാൽപ്പൊടി ഉണ്ട് നിങ്ങളുടെ കയ്യിലെന്നുണ്ടെങ്കിൽ അതും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് നമ്മൾ മാരിനേറ്റ് ചെയ്ത ചിക്കൻ അതിൽ കോട്ട് ചെയ്ത് മാറ്റി വെക്കുകയാണ്. അപ്പോൾ എല്ലാ ചിക്കൻ പീസും നമ്മൾ ആദ്യം ഫസ്റ്റ് കോട്ടിങ് ചെയ്ത് മാറ്റി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ കോട്ട് ചെയ്തിട്ടുള്ള ചിക്കൻ നമ്മൾ സെക്കൻഡ് കോട്ടിങ്ങിന് വേണ്ടിയിട്ട് ആദ്യം ഒന്ന് തണുത്ത വെള്ളത്തിലൊന്ന് മുക്കിയെടുക്കുക. ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കുള്ളൂ. പിന്നെ നമ്മൾ അതേ മൈദമാവ് തന്നെ ഇട്ട് സെക്കൻഡ് കോട്ടിങ് ചെയ്യാൻ കേട്ടോ. അപ്പോൾ സെക്കൻഡ് കോട്ടിങ് ചെയ്ത് നമ്മൾ മാറ്റി വെക്കില്ല. സെക്കൻഡ് കോട്ടിങ് ചെയ്ത് നേരിട്ട് നമ്മൾ തിളച്ച എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളതിൽ ഡീപ്പ് ഫ്രയർ ഉണ്ട്. ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് കുക്കറിൻ്റെ വിസിൽ മാറ്റിയതിന് ശേഷം അടച്ചു വെച്ചിട്ട് നമുക്ക് ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഒരു 15 മിനിറ്റ് കുക്കായ ശേഷം ഒന്ന് മറിച്ചിട്ടിട്ട് ഒരു 5-6 മിനിറ്റും കൂടെ കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളെല്ലാ ചിക്കൻ പീസും ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ സെക്കൻഡ് കോട്ടിങ് ചെയ്ത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ മൈദൻ്റെ ടേസ്റ്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ഏകദേശം എല്ലാ ചിക്കൻ പീസും ഇതുപോലെ ബ്രോസ്റ്റഡ് ആക്കി എടുത്തിട്ടുണ്ട്. ഇത്ര പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ ബ്രോസ്റ്റ് വീട്ടിൽ. അപ്പോൾ നമ്മൾ കുറച്ച് ഫ്രഞ്ച് ഫ്രൈസും കൂടെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതാ നമ്മുടെ ബ്രോസ്റ്റഡ് ചിക്കനും ഫ്രഞ്ച് ഫ്രൈസും റെഡി ആയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിലുണ്ടാക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ഷെയർ ചെയ്യുക, വീട്ടിലുണ്ടാക്കി നോക്കണേ.